നമസ്കാരം. സ്റ്റേറ്റ് ബാങ്ക് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായി തൊടുപുഴ റീജിയൻ അണിയിച്ചൊരുക്കിയ ദൃശ്യവിരുന്ന് ഇവിടെ തയ്യാറെടുത്തു കഴിഞ്ഞു. ആസ്വദിക്കുക. ഈശ്വരോന്മുഖരായി നമുക്ക് ആരംഭിക്കാം. നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ, ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണു പോൽ എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക. സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ഷണിക്കുന്നു ശ്രീ പൗലോസ് എം.ഐ, ചീഫ് മാനേജർ, ക്രെഡിറ്റ്. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ നമ്മുടെ റീജിയണൽ മാനേജർ ബഹുമാനപ്പെട്ട മാർട്ടിൻ ജോസർ, SBI പ്രതിനിധി ശ്രീ അജയൻ, SBSU റെപ്രസെൻറ്റേറ്റീവ് ശ്രീ പ്രതീഷ്, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാ ആഘോഷങ്ങളും നമുക്ക് സന്തോഷിക്കാനുള്ള അവസരമാണെങ്കിലും ഇപ്പോഴത്തെ ഈ കോവിഡിൻ്റെ പ്രതിസന്ധി കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് ചേരാനും സൗഹൃദം പങ്കിടാനും പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ ബാങ്ക് ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷം കോവിഡിൻ്റെ ലോക്ക്ഡൗണും മറ്റ് നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് ബാങ്ക് ഡേ സെലിബ്രേഷൻ നമ്മൾ ഉപേക്ഷിച്ചു. പക്ഷേ ഈ വർഷം നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചില്ലെങ്കിലും ചെറിയ തോതിലാണെങ്കിലും ഇത് ആഘോഷിക്കണമെന്നുള്ള നമ്മുടെ ആലോചനയെ തുടർന്നാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് നമ്മൾ സംഘടിപ്പിച്ചത്. നമ്മൾ ഒത്തിരിയേറെ പരസ്യങ്ങളിലും പ്രൊമോഷൻ മെറ്റീരിയൽസിലൊക്കെ ബാങ്കിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും വളരെ ചുരുക്കി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബാങ്കിൻ്റെ വലിപ്പം അല്ലെങ്കിൽ നമ്മൾ എത്ര വലിയ ഒരു പ്രസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഏതാനും ചില ഫിഗേഴ്സ് മിനിമം നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏകദേശം ആസ്തി വലിപ്പം $680 ബില്യൺ. പക്ഷേ തൊട്ട് പിന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്തി മൂല്യം ഏതാണ്ട് $180 ബില്യൺ. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏകദേശം 1/3 ആസ്തി മൂല്യമേ പഞ്ചാബ് നാഷണൽ ബാങ്കിനുണ്ട്. പക്ഷേ രണ്ടാമത്തെ വലിയ ബാങ്ക് എന്ന് കണക്കാക്കുന്ന ICICI ബാങ്കിൻ്റെ ആസ്തി മൂല്യം $220 ബില്യൺ ആണ്. ജീവനക്കാരുടെ എണ്ണത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2,49,000 ജീവനക്കാരെ എംപ്ലോയ് ചെയ്യിക്കുമ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് 1,03,000 ജീവനക്കാർ, ICICI ബാങ്ക് 97,000 ജീവനക്കാർ. ശാഖകളുടെ എണ്ണത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 22,000 ശാഖകൾ, പഞ്ചാബ് നാഷണൽ ബാങ്കിന് 12,000 ശാഖകൾ, ICICI ബാങ്കിന് 5,500 ശാഖകൾ. ഇങ്ങനെയാണ് ഏകദേശം നമ്മളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ വലിപ്പം നമുക്ക് കണക്കാക്കാവുന്നത്. കസ്റ്റമേഴ്സിൻ്റെ എണ്ണം നോക്കിയാൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 1/3 നമ്പർ അക്കൗണ്ട്സ്, 45 കോടി അക്കൗണ്ട്. അതേസമയം പഞ്ചാബ് നാഷണൽ ബാങ്കിന് ഏതാണ്ട് 22 കോടി അക്കൗണ്ട്സ്. പക്ഷേ ICICI ബാങ്കിലെത്തുമ്പോൾ അത് വീണ്ടും കുറഞ്ഞിട്ട് 2 കോടിയിൽ താഴെ നമ്പർ ഓഫ് അക്കൗണ്ട്സ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് മറ്റ് ബാങ്കുകളുമായിട്ട് നമ്മുടെ ബാങ്കിനെ താരതമ്യപ്പെടുത്താവുന്നത്. നമ്മുടെ ഫോബ്സിൻ്റെ ലിസ്റ്റിങ്ങിൽ ഒരു ഫോർച്യൂൺ 500 കമ്പനി, അതുപോലെ ലോകത്തിലെ ബാങ്കുകളുടെ ഏറ്റവും വലിയ ബാങ്കുകളുടെ അല്ലെങ്കിൽ ആസ്തി മൂല്യം വെച്ചിട്ട് കണക്കാക്കുമ്പോൾ 50 ബാങ്കുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ബാങ്ക് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇങ്ങനെയുള്ള എല്ലാ ഈ വളരെ ഗ്ലോറിയസ് പൊസിഷനിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാനും ആഘോഷിക്കാനും ഉള്ള അവസരമാണ് നമ്മുടെ ബാങ്ക് ഡേ. പക്ഷേ ഈ ബാങ്ക് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റാർക്കും കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണെന്നുള്ള കാര്യം കൂടി നമ്മൾ മറന്നുപോകരുത്. കാരണം ഏതാണ്ട് 200 വർഷത്തിലധികം പാരമ്പര്യം അവകാശപ്പെടുന്ന സ്റ്റേറ്റ് ബാങ്ക് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന രൂപത്തിൽ ഫോം ചെയ്തതിൻ്റെ 66ാം വാർഷികമാണ്. ഇത് ഫൗണ്ടേഷൻ ഡേ ആണ് നമ്മൾ
ഇന്ന് ആഘോഷിക്കുന്നത്. പക്ഷേ 1994 ഫോം ചെയ്ത ICICI ബാങ്കാണ് ഇന്ന് നമ്മുടെ ബിസിനസ് വോളി അല്ലെങ്കിൽ ആസ്തി മൂല്യത്തിൽ 1/3 കൈവരിച്ച് നമ്മളുമായിട്ട് മത്സരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യം, നമ്മൾ 1ാം സ്ഥാനത്താണ്, വളരെ ഉയരങ്ങളിലാണ് നിൽക്കുന്നത് നമ്മൾ വിചാരിക്കുമ്പോഴും നമ്മളോട് തന്നെ മത്സരിക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം നമ്മളുടെ ബാർ നമ്മൾ കുറച്ചുകൂടി ഉയർത്തണം. അതായത് നമ്മളുടെ സ്റ്റാൻഡേർഡ്സ്, നമ്മൾ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്ന നമ്മളുടെ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി ഉയർത്തിക്കൊണ്ട് ഓരോ ബാങ്കുടെയും നമുക്ക് കൂടുതൽ മെച്ചപ്പെടാനായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ നന്നാകാനായിട്ട് ഉള്ള ഒരു സാഹചര്യവും അവസരവും അതിനുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ ഡേയും കൂടിയായിട്ട് നമ്മൾ എടുക്കുക. അതായത് നമ്മുടെ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് കസ്റ്റമർ സെൻട്രിസിറ്റി, സ്റ്റാൻഡേർഡ് ഓഫ് കോംപ്ലിയൻസ് ടു സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഡെലിവറി ഓഫ് അവർ പ്രോഡക്ട്സ്, ഇതെല്ലാം കുറച്ചുകൂടി അതിൻ്റെ ആ ബാർ കുറച്ചുകൂടി ഉയർത്തി നമ്മളോട് തന്നെ മത്സരിച്ച് ഈ മാർക്കറ്റിൽ എപ്പോഴും ഒരു ഉയർന്ന നിലവാരത്തിൽ, അല്ലെങ്കിൽ അനന്യമായ സ്ഥാനം നിലനിർത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് എന്നുള്ളതും കൂടി നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ദിവസം നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. കാരണം നമ്മളിത് പറയുമ്പോൾ നമുക്ക് ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. കാരണം നമ്മൾ ഇത്രയും വളർന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഒരു പ്രൊമോഷൻ സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയധികം വളർന്നത്. പക്ഷേ നമ്മുടെ കസ്റ്റമർ സെൻട്രിസിറ്റിയിലോ കസ്റ്റമർ സർവീസിലോ ഒക്കെ ആ ഒരു പൊതുമേഖലാ പ്രസ്ഥാനം എന്നുള്ള ഒരു ഭാവം അല്ലെങ്കിൽ ഒരു ശരീരഭാഷ പ്രതിഫലിച്ചാൽ നമ്മളെ കസ്റ്റമർ സെൻട്രിസിറ്റി കുറഞ്ഞു പോകും, നമ്മളെ കസ്റ്റമർ സർവീസിന് അത് കോട്ടമാകും എന്നുള്ള പല ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതായത് നമ്മുടെ BSNL അല്ലെങ്കിൽ നമ്മുടെ KSRTC ഒക്കെ പോലെയുള്ള പല പൊതുമേഖലാ പ്രസ്ഥാനങ്ങളും ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകും. അപ്പോൾ നമ്മളിപ്പോൾ വളരെ ഉയരങ്ങളിലാണെങ്കിലും ആ ഉയരം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത്, 1ാം സ്ഥാനത്ത് എത്തുക എന്നുള്ള എളുപ്പമാണ്, പക്ഷേ അത് നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ദുഷ്കരമായ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ ബാങ്ക് ഡേയും നമുക്ക് ഒരു ഇൻട്രോസ്പെക്ഷൻ ഡേ ആയിട്ട് കൂടുതൽ മെച്ചപ്പെട്ട ഒരു മാനേജർ നാളെ, അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഓഫീസർ, കൂടുതൽ മെച്ചപ്പെട്ട ഒരു അസോസിയേറ്റ്, കൂടുതൽ മെച്ചപ്പെട്ട മറ്റേത് ലെവലിലുള്ള ജീവനക്കാരനാണെങ്കിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ആളായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട സർവീസ് കൊടുക്കുന്ന ഒരാളായിട്ട് നമ്മളുടെ ബ്രാഞ്ചിൻ്റെ, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ യൂണിറ്റുകളും ഏത് ഓഫീസുകളിലോ RBIയിലോ ബ്രാഞ്ചിലോ റാക്കിലോ റാസ്മക്കിലോ LHOയിലോ എവിടെ ജോലി ചെയ്യുന്നവരായാലും കൂടുതൽ മെച്ചപ്പെട്ട ഒരു നല്ല നാളെ നമ്മളുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കൊടുക്കുന്ന ഒരാളായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഈ ബാങ്ക് ഡേ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കട്ടെ, അല്ലെങ്കിൽ കൂടുതൽ പ്രചോദിപ്പിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ആദ്യം നേതൃത്വം കൊടുക്കുകയും അതിന് എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നമ്മളുടെ പ്രിയങ്കരനായ റീജിയണൽ മാനേജർ മാർട്ടിൻ ജോസ് സാറിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഈ മീറ്റിങ്ങിൽ നമ്മുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീ പ്രശാന്ത് കുമാർ സാറ് തൻ്റെ വിലയേറിയ സമയത്തിൽ അല്പം നീക്കിവെക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ മീറ്റിങ്ങിനിടയിൽ നമ്മളുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സാറ് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളുടെ DGM പ്രശാന്ത് കുമാർ സാറിനെ വളരെ ഹാർദവമായിട്ട് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഓഫീസേഴ്സിൻ്റെയും ജീവനക്കാരുടെയും പ്രസ്ഥാനങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫീസേഴ്സ് അസോസിയേഷൻ ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ, ഇത് രണ്ടും മാനേജ്മെൻറ്റിൻ്റെയും ഓഫീസേഴ്സിൻ്റെയും ജീവനക്കാരുടെയും ഒക്കെ താല്പര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് എല്ലാവർക്കും അനുകൂലമായ അല്ലെങ്കിൽ അഭികാമ്യമായ തീരുമാനങ്ങൾ എടുത്ത് മാനേജ്മെൻറ്റിനോട് ചേർന്ന് ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ജീവനക്കാരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധിയായിട്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ശ്രീ അജയനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ്റെ പ്രതിനിധി ശ്രീ പ്രതീഷ് ജീവനക്കാരുടെ ഏതാവശ്യത്തിലും എല്ലാ സമയത്തും ഓടിയെത്തുന്ന, അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന, മാനേജ്മെൻറ്റിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ്റെ പ്രതിനിധി പ്രതീഷിനെ ഈ മീറ്റിങ്ങിൽ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവനക്കാരെയും, അതുപോലെ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത നമ്മളുടെ എല്ലാ ജീവനക്കാരെയും, അവരുടെ കുടുംബാംഗങ്ങളെയും, അതുപോലെ നമ്മളുടെ
അഭ്യുദയകാംക്ഷികളെയും നമ്മുടെ സഹകാരികളെയും എല്ലാം ഈ മീറ്റിങ്ങിലേക്ക്, നമ്മുടെ ഈ 66ാമത് ഫൗണ്ടേഷൻ്റെ സെലിബ്രേഷനിലേക്ക് ഞാൻ വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. SBI നമ്മുടെ ചങ്കാണ്, അതിലുമേറെ ചങ്കിടിപ്പാണ്. നമ്മുടെ ബാങ്കിന്റെ വളർച്ചയിൽ അഭിമാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. Year 1806 was a significant year in the history of banking in India. It was this year that the journey of State Bank of India began with the Bank of Calcutta, the first modern bank to be set up in the Indian subcontinent for European businesses. This bank was followed by the Bank of Bombay in 1840 and the Bank of Madras in 1843 for the other two presidencies. In 1921, the three presidency banks were merged to become the Imperial Bank of India, a bank synonymous with lofty banking traditions and high standards of integrity, serving some of the most illustrious Indians and the common man with unwavering integrity, passion and dedication. On 1st July 1955, under a special act, the State Bank of India Act, the Imperial Bank of India became the State Bank of India. What used to be a purely commercial enterprise rededicated itself to being a national bank. To ensure that the bank moved in the right direction, Prime Minister Jawaharlal Nehru took the initiative of selecting the first central board and appointed a former finance minister, Dr. John Mathai, as the first chairman. On 1st October 1959, with the passing of the Subsidiary Banks Act, State Bank of Hyderabad became the first subsidiary of SBI, followed by the takeover of major state-associated banks as its subsidiaries. On 1st April 2017, SBI's 5 associate banks and Bharatiya Mahila Bank merged with India's largest lender, State Bank of India, and started functioning as one unified entity. Today, State Bank of India is India's largest bank. And behind this success story that began in 1955 is a strong vision, mission, and value system that powers the nation. While the journey has been a long one, State Bank of India ensured it always kept up with time. No wonder they are the choice of 425 plus million customers. Today, State Bank of India is the reason behind a growing knowledge economy. It has unlocked futures for Indians across the globe with its widespread international offices, unique products, innovative solutions and financial plans. And State Bank of India is moving forward responsibly with a plan to go carbon neutral by 2030. The biggest initiative so far is YONO, India's first integrated omni-channel banking and lifestyle platform at your fingertips. With YONO, customers can go cashless, transfer cash online, shop without a card, needn't worry about losing their card, withdraw money without a debit card, apply for loans, all at one stop without stepping into a bank. Over the next 2 years, the aim is to build a digital universe by integrating the entire transactions ecosystem under one platform. State Bank of India is also migrating to electric vehicles, installing solar panels on buildings and ATMs, and banning plastic in SBI offices. Each step and decision is an action towards building a sustainable future. That's State Bank of India.
നമ്മുടെ റീജിയൻ്റെ അഭിമാനമെന്നോ അഹങ്കാരമെന്നോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ ടീം ക്യാപ്റ്റൻ ശ്രീ മാർട്ടിൻ ജോസ്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഡേ മെസ്സേജ് നമുക്ക് ശ്രമിക്കാം. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ബാങ്ക് ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും ആശംസിച്ചുകൊള്ളുന്നു. പ്രതിസന്ധിയുടെയും വെല്ലുവിളികളുടെയും ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2ാം തരംഗത്തിൻ്റെ അന്ത്യപാദമെത്തി. 3ാം തരംഗം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വിഘാതങ്ങളെക്കുറിച്ചൊക്കെ നാം ആശങ്കാകുലരാണ്. നേരിട്ട് കണ്ട് സംസാരിക്കുവാനും പരസ്പരം ആശയങ്ങൾ കൈമാറുവാനുമുള്ള ഈ കാലവും വ്യാധിയും നമ്മെ അനുവദിക്കുന്നില്ല. എങ്കിലും ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരം ഒരിക്കലും കുറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞുകൊള്ളട്ടെ. 41 ശാഖകളിലായി ജില്ല മുഴുവൻ പടർന്നു കിടന്നിരിക്കുന്ന ഓരോ ജീവനക്കാരെയും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. നാം ബാങ്ക് ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഏറ്റവും ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് കസ്റ്റമർ സർവീസ്. നമുക്ക് ഈ ജില്ലയിൽ ഇന്ന് അനിഷേധ്യമായ ഒരു സ്ഥാനമുണ്ട്. ഏതാണ്ട് 7.5 ലക്ഷം സേവിങ്സ് ബാങ്ക് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. ഈ ജില്ലയുടെ ജനസംഖ്യ ഏതാണ്ട് 11 ലക്ഷമാണ്. അതായത് ഏതാണ്ട് 70% ഇടുക്കിക്കാർ നമ്മുടെ ഇടപാടുകാരാണ്. ഇനി അഡൽട്ട് പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് മുഴുവൻ നിവാസികളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഇടപാടുകാരനായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെ ഇത്ര വിശാലമായ ഒരു കസ്റ്റമർ ബേസ് ഉള്ള നമുക്ക് അത് ശരിക്കും ഉപയോഗപ്രദമാക്കാൻ സാധിച്ചോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാനിങ്ങനെ പറയാൻ കാരണം, നിക്ഷേപങ്ങളിൽ നമ്മളുടെ മാർക്കറ്റ് ഷെയർ 30%, വായ്പകളിൽ നമ്മുടെ മാർക്കറ്റ് ഷെയർ ഏതാണ്ട് 22%. കസ്റ്റമേഴ്സിൻ്റെ മാർക്കറ്റ് ഷെയർ 70% ആയിരിക്കുമ്പോഴാണ് ഈ ഒരു വലിയ വ്യത്യാസം നാം കാണുന്നത്. ഏതാണ്ട് 41 ബ്രാഞ്ചുകൾ, 3 പ്രോസസ്സിംഗ് സെൻറ്റേഴ്സ്, 150 അതിലധികം ATMകൾ, 60-ലധികം കസ്റ്റമർ സർവീസ് പോയിന്റ്, അങ്ങനെ വിശാലമായ ഒരു ശൃംഖലയുള്ള നമ്മുടെ ബാങ്കിന് ഇത്രയും ഒരു വ്യതിയാനം മാർക്കറ്റ് ഷെയറിലുള്ളത് നമ്മളെ കുറച്ചെങ്കിലും ആശങ്കാകുലരാക്കേണ്ടതല്ലേ? എന്നെ പലപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ചുകളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക, ATMകളുടെ ശൃംഖല വർദ്ധിപ്പിക്കുക, കസ്റ്റമർ സർവീസ് പോയിന്റ് വ്യാപിപ്പിക്കുക, അതുവഴിയുള്ള സേവനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുക മുതലായ കാര്യങ്ങൾ റീജിയണൽ ഓഫീസിൽ നിന്നും അത് ചെയ്യാനായിട്ട് ഞാൻ ഒത്തിരിയധികം ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും അതിനേക്കാളൊക്കെ ഉപരി ഓരോ ഇടപാടുകാരനും നമ്മളുടെ ഇടപാടുകാരനായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുമ്പോഴാണ് പൂർണ്ണമായ തലത്തിൽ ആ ഇടപാടുകാരൻ്റെ നിന്നുള്ള ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവുക. നമ്മുടെ കസ്റ്റമേഴ്സിനെ അടുത്ത തലത്തിലേക്ക്, അടുത്ത ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അവരുമായി ഒരു വ്യക്തിപരമായ ഒരു ബന്ധം വേണം. നമ്മുടെ മിക്ക ബ്രാഞ്ചുകൾക്കും അതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന് ഇടുക്കി ബ്രാഞ്ച് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ കളക്ടറുടെ ചേംബർ വരെ പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടായിരിക്കുന്നത് കാലാകാലത്തോളം ആ ബ്രാഞ്ചും കളക്ടറേറ്റും തമ്മിലുള്ള ബന്ധം മൂലമാണ്. അതുപോലെ നമ്മളുടെ പല മേഖലകളിലും, കുമളി, മൂന്നാർ, മറയൂർ പോലുള്ള മേഖലകളിലൊക്കെ സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും നമുക്ക് ലഭിക്കുന്ന സ്വീകാര്യത അവിടെ പ്രവർത്തിച്ചിരുന്ന, ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജീവനക്കാർ അവരുടെ സേവനത്തിൻ്റെ ആ ഒരു എഫിഷ്യൻസി മൂലമാണ്. ഇത് ഞാൻ ചില പേരുകൾ മാത്രം ചില ശാഖകളുടെ പേര് മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ. ഇത് ബഹുഭൂരിപക്ഷം വരുന്ന ജീവനക്കാരുടെ കാര്യത്തിലും ഇത് വളരെ വളരെ കറക്റ്റാണ്. എങ്കിലും ചില വിടവുകൾ ഉണ്ട്. നമുക്ക് ആ വിടവുകൾ നികത്തണം. കസ്റ്റമർ സർവീസിലുള്ള നമ്മുടെ വിടവുകൾ, പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഒരു ബ്രാഞ്ച് എന്ന നിലയിൽ കൂട്ടായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നമുക്കത് ആ വിടവുകൾ നികത്തി നല്ലൊരു കസ്റ്റമർ സർവീസ് നമ്മുടെ ഓരോ ഇടപാടുകാരനും ടിൽ ദ ലാസ്റ്റ് പേഴ്സൺ നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇറ്റ്സ് എ വെരി ടോൾ ടാസ്ക്, ബട്ട് വി ഷുഡ് ബി ട്രൈങ് ടു ഡു ദാറ്റ്. രണ്ടാമത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അഗെയിൻ അനദർ വൺ ഓഫ് മൈ ഫേവറേറ്റ് തീംസ്, ദാറ്റ് ഈസ് ദി ഡിജിറ്റൽ ഇസ് എ ഫ്യൂച്ചർ. നമ്മുടെ ബാങ്ക് ഇന്ന് അറിയപ്പെടുക തന്നെ യോനോ മുഖാന്തിരമാണ്. നമ്മൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് തന്നെ ഇപ്പോഴത്തെ പുതിയ ഫിൻടെക് കമ്പനികളെന്നറിയപ്പെടുന്ന പേടിഎം, ഫോൺ പേ പോലുള്ള അഗ്രിഗേറ്റേഴ്സിൽ നിന്നാണ്. അവർ ഉയർത്തുന്ന വെല്ലുവിളി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കുവാനും വിജയശ്രീലാതെ ആകുവാനും നമുക്ക്
സാധിക്കുക ഡിജിറ്റൽ മേഖലയിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ഊന്നിക്കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 7 ലക്ഷം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. എന്നാൽ അതിൽ എത്ര പേർക്ക് യോനയുണ്ട്? എൻ്റെ കണക്ക് പ്രകാരം ഏതാണ്ട് 70,000-ന് താഴെയാണ്. അതായത് 10-1 പോലും കസ്റ്റമേഴ്സിന് നമുക്ക് യോന നൽകാൻ സാധിച്ചിട്ടില്ല ഇതുവരെ, നമ്മുടെ എല്ലാ ശ്രമങ്ങളും കണ്ടു. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്തുമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ചില ശാഖകൾ വളരെ വളരെ നല്ല രീതിയിൽ അത് നൽകിയിട്ടുമുണ്ട്. ഉദാഹരണത്തിന് വണ്ടിപ്പെരിയാർ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 30 മുതൽ 40% വരെ ആ മേഖലയിൽ യോന നൽകാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒരു കൂട്ടായ പ്രവർത്തനമാണ് അവിടുത്തെ ഓരോ സ്റ്റാഫിൻ്റെയും. അതുകൊണ്ടാണ് അത് സാധിച്ചത്. അപ്പോൾ അതിപ്പോൾ റീജിയണൽ ഓഫീസ് ഞാൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ടീം പറഞ്ഞതുകൊണ്ടല്ല, അവിടുത്തെ ജീവനക്കാർ അത് വിചാരിച്ചു, അവർക്ക് ശരിയായിട്ടുള്ള ഒരു ദിശാബോധം ലഭിച്ചു, അത് ചെയ്തു. ഇത് വണ്ടിപ്പെരിയാറിൻ്റെ മാത്രം കാര്യമല്ല, അക്രോസ് ദി ബോർഡ് നമ്മുടെ റീജിയൻ ഈ ഒരു മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ നടത്തിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നതായിരിക്കും. യോനോയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ റീജിയൻ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് പറയാതിരുന്നാൽ ശരിയാകില്ല. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നമ്മളുടെ റീജിയൻ ഏതാണ്ട് 500 കോടി ബിസിനസ് വർദ്ധിക്കുവാനായിട്ട് സാധിച്ചു. മുൻപെങ്കും കാണാത്ത രീതിയിൽ, മുൻപെങ്കും കേട്ടുകളിവില്ലാത്ത രീതിയിലുള്ള ഒരു വളർച്ചയാണ് നമ്മൾ റീജിയൻ കൈവരിച്ചത്. 300 കോടി വായ്പയിലും 200 കോടി നിക്ഷേപത്തിലും വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു. നിങ്ങൾ ഓരോരുത്തരുമാണ് അതിൻ്റെ പിന്നിൽ. ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഏതെങ്കിലും 2-3 ബ്രാഞ്ചുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വളർച്ചയല്ല, നമ്മുടെ 40 ബ്രാഞ്ചുകളിലുമായി പടർന്നു പിടിക്കുന്ന ഒരു വളർച്ചയാണ് നമ്മൾ നേടിയത്. അതാണ് ഏറ്റവും ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു വസ്തുത. തീർച്ചയായിട്ടും 2-3 ബ്രാഞ്ചുകൾ നല്ലപോലെ പ്രവർത്തിച്ച ബ്രാഞ്ചുകളുണ്ട്. പക്ഷേ അതിനേക്കാളും ഉപരി മോശമായി പ്രവർത്തിച്ച ഒരു ബ്രാഞ്ച് പോലും നമ്മുടെ ജില്ലയിൽ, നമ്മുടെ റീജിയനിൽ ഇല്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എങ്കിലും 1-2 പേര് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു. ഞാൻ വണ്ടിപ്പെരിയാറിനെ കുറിച്ച് പറഞ്ഞു. വണ്ടിപ്പെരിയാറിനൊപ്പം തന്നെ ആരോഗ്യം, നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആരോഗ്യയിൽ വൻ മുന്നേറ്റം സർക്കിൾ ലെവലിൽ തന്നെ നടത്തിയ ഒരു ബ്രാഞ്ചാണ് മൂന്നാർ പോലെ ഒരു ബ്രാഞ്ച് ഇങ്ങനെ ചെയ്യുന്നത് സർക്കിൾ തലത്തിൽ തന്നെ വലിയൊരു അത്ഭുതമുളവാക്കി. അതുപോലെ യോനോ ക്യാഷിൽ കട്ടപ്പന ADBയുടെ ഒരു മുന്നേറ്റം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ. അതുപോലെ നമ്മൾ തീർത്തും നമ്മളെ അവഗണിച്ചിരുന്ന കുടുംബശ്രീ മേഖലയിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞ വലിയൊരു മുന്നേറ്റം കഴിഞ്ഞ വർഷത്തെ പ്രത്യേകതയാണ്. അതിന് പ്രത്യേകമായി ചില ബ്രാഞ്ചുകളെ പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അണക്കര, ഉടുമ്പന്നൂർ, കരിമണ്ണൂർ, മൂന്നാർ ബ്രാഞ്ച്, അടിമാലി ബ്രാഞ്ച്, അങ്ങനെ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എല്ലാ ബ്രാഞ്ചുകളിലുമായി പടർന്നു പിടിച്ചിരിക്കുന്നു. തൊടുപുഴ ടൗൺ, അങ്ങനെ എല്ലാ ബ്രാഞ്ചുകളിലുമായി പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു മുന്നേറ്റമാണ് ഇത്. ഈ മേഖലയിൽ മാത്രമല്ല, ഹൗസിംഗ് ലോൺസിലായാലും പേഴ്സണൽ സെഗ്മെൻറ്റ് അഡ്വാൻസസിലായാലും ഇൻഷുറൻസിൻ്റെ മേഖലയിലായാലും എല്ലാ മേഖലയിലും നമ്മൾ മുൻപെങ്ങും തൊടുപുഴയെക്കുറിച്ച് കേൾക്കാത്ത രീതിയിലുള്ള ഒരു വളർച്ച നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഈ റീജിയന് നേടിത്തന്നു. അത് വലിയ അഭിമാനം നമുക്ക് നൽകുന്നു. ഏറ്റവും ഒടുവിൽ അഗെയിൻ അനദർ ഓഫ് മൈ ഫേവറേറ്റ് തീംസ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചാണ്. ഇറ്റ്സ് മൈ റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു, പ്ലീസ് സ്പെൻഡ് quality times with your family. Don't sit late unnecessarily unless there is an audit happening or something like that. And take care of yourself. That is very important. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. Because you are the biggest assets of State Bank of India. So take care of that and de-stress yourself. Don't take any stress unnecessary. All the stress, all the problems have a solution. എന്തിനും പരിഹാരമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പ്ലീസ് എസ്കലേറ്റ് ഇറ്റ് ടു us. We will find a solution. നമ്മൾ ഏതാണ്ട് 66 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്നത്തെ നിലയിലേക്ക് വരാൻ കാരണം, ഇമ്പീരിയൽ ബാങ്കിൽ നിന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായിട്ട് മാറാൻ കാരണം, അടിസ്ഥാന വർഗത്തിലുള്ള ജനവിഭാഗത്തിലേക്ക് ബാങ്കിങ് എത്തിക്കുക, ചെറുകിട വ്യവസായങ്ങൾക്കും ചെറുകിട കർഷകർക്കും ബാങ്ക് ക്രെഡിറ്റ് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇന്ന് ഇടുക്കിയിൽ അത് സത്യമാവുകയാണ്. നമ്മൾ വളരെയധികം കർഷകർക്കും അടിസ്ഥാന വിഭാഗത്തിലുള്ള സാധാരണക്കാർക്ക് ഡിജിറ്റൽ സംരംഭങ്ങൾ നൽകിക്കൊണ്ട് ഒരു പുതിയ പന്താവ് സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാവർക്കും ബാങ്കിങ് ദിനത്തിൻ്റെ ആശംസകൾ ഒന്നുകൂടി നൽകുന്നു. We have overcome all the challenges that confronted us, and we will again overcome everything and emerge victorious.
താങ്ക് യു. നമ്മുടെ റീജിയൻ അതിൻ്റെ പ്രാദേശികമായ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒന്നാണ്. അങ്ങേയറ്റത്ത് കിടക്കുന്ന മറയൂർ മുതൽ ഇങ്ങേയറ്റത്തുള്ള കുമളി വരെ ചേർത്ത് നിർത്തുന്നതാണ് ഈ റീജിയൻ. ഒരേ റീജിയനിലെ അംഗങ്ങളായിരുന്നിട്ട് കൂടി നമുക്ക് കാണാനും പരിചയപ്പെടാനുമുള്ള സാധ്യതകൾ വളരെ കുറവാണ്, പ്രത്യേകിച്ചും ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ. നമ്മുടെ റീജിയൻ്റെ ഒരു ലഘുചിത്രം ഞങ്ങൾ 3 ക്ലസ്റ്ററുകളായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരുപക്ഷെ SBIയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു റീജിയനിലെ മുഴുവൻ സ്റ്റാഫുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ പ്രസൻറ്റേഷൻ നടത്തുന്നത്. നമുക്ക് ആസ്വദിക്കാം. ആദ്യമായി തൊടുപുഴ ക്ലസ്റ്റർ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടും.
ആശംസകളുമായി നമുക്ക് മുമ്പിലെത്തുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫീസേഴ്സ് അസോസിയേഷൻ റീജിയണൽ സെക്രട്ടറി ശ്രീ അജയൻ ടി. ബഹുമാനപ്പെട്ട റീജിയണൽ മാനേജർ മാർട്ടിൻ സാർ, ചീഫ് മാനേജേഴ്സ്, സ്റ്റേറ്റ് ബാങ്ക് കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമുക്കേവർക്കും അറിയാം, ഈ മഹാമാരി തുടങ്ങിയ ശേഷം രണ്ടാമത്തെ ബാങ്ക് ഡേ ആണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. പോയ വർഷം ഈ ദുരവസ്ഥ ഒരു താൽക്കാലിക പ്രതിഭാസമായി നമ്മൾ കണ്ടു. ലോക്ക്ഡൌൺ അനിശ്ചിതത്വങ്ങളുടെ ഇടയിൽ എല്ലാം വേഗം കെട്ടടങ്ങും എന്ന വിശ്വാസത്തിൽ ഈ സുപ്രധാനമായ ദിനം നമ്മൾ കാര്യമായി ആഘോഷിക്കുകയുണ്ടായില്ല. ഇപ്പോൾ നാം എല്ലാവരും ഈ പുതിയ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട സ്ഥിതിക്ക് ജൂലൈ 1 പ്രസക്തി എല്ലാ ജീവനക്കാരും മനസ്സിലാക്കി നമ്മുടെ സ്ഥാപനത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ എംപ്ലോയി ഫ്രണ്ട്ലി വർക്ക് അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥാപനങ്ങളുടെ മുൻനിരയിലാണ് SBI എന്ന കാര്യം നമുക്ക് എത്ര പേർക്ക് അറിയാം എന്നതിൽ എനിക്ക് സംശയമുണ്ട്. ജീവനക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ എത്ര മഹത്തരമാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറേയില്ല. ഈ കോവിഡ് കാലത്ത് ജീവനക്കാർക്കും കുടുംബങ്ങൾക്കും നൽകിയ സൗജന്യ വാക്സിനേഷൻ തന്നെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ എത്രയോ പേർ നമ്മുടെ നാട്ടിൽ തൊഴിൽ നഷ്ടപ്പെടുകയും വെട്ടിക്കുറച്ച ശമ്പളത്തിന് ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴും നമ്മുടെ മഹത്തായ സ്ഥാപനം നമ്മുടെ ഒരു ആനുകൂല്യവും കുറവ് വരുത്തിയില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് അധിക ആനുകൂല്യം നൽകുന്ന സാഹചര്യം വരെ ഉണ്ടായി. യാത്രാ സൗകര്യം പരിമിതമായ നമ്മുടെ ക്ലീനിംഗ് സ്റ്റാഫ് പോലുള്ളവർക്ക് അധിക യാത്രാബത്ത അനുവദിച്ചുകൊണ്ട് നമ്മുടെ ബാങ്ക് മാതൃകയാകുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ഇത്രയൊക്കെ കരുതൽ ബാങ്ക് നമുക്ക് നൽകുമ്പോൾ ബാങ്ക് നമുക്ക് നൽകിയിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചും നമ്മൾ തീർച്ചയായും ബോധവാന്മാരായിരിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ഉത്സാഹത്തോടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന നമ്മുടെ സ്ഥാപനത്തെ ഓരോ ഭാരതീയന്റെയും മനസ്സിൽ നിലനിർത്തുവാനും ഡിജിറ്റൽ എക്കോണമി എന്ന ബാങ്കിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവരും ഈ മഹാമാരിയിൽ സുരക്ഷിതരായിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ബാങ്ക് ഡേ ആശംസകൾ നേരുന്നു. നന്ദി. അടുത്തതായി മനോഹരമായ ഒരു ഗാനവുമായി നമുക്ക് മുമ്പിലെത്തുന്നു മിസ് ഗോപിക മോഹൻ, RBO5 തൊടുപുഴ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ ഇന്നും പ്രതീക്ഷിച്ചു നിന്നു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ, നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ ആ ആഷാഢമാസനിശീഥിനി തൻ വനസീമയിലൂടെ നീ ആരും കാണാതെ ആരും കേൾക്കാതെ എന്നിലേക്കെന്നും വരുന്നു, എൻ മൺകുടിൽ തേടി വരുന്നു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ, നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ ആ
ലാസ്യനിലാവിന്റെ ലാളനമേറ്റു ഞാനൊന്നു മയങ്ങി. കാറ്റും കാണാതെ കാടും ഉണരാതെ എന്റെ ചാരത്ത് വന്നു എൻ പ്രേമ നൈവേദ്യമണിഞ്ഞു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ ഇന്നും പ്രതീക്ഷിച്ചു നിന്നു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ ആ ആശംസകൾ അർപ്പിക്കുന്നതിനായി അടുത്തതായി എത്തുന്നു ശ്രീ പ്രതീഷ് ആർ, AGS SBSU കേരള സർക്കിൾ. ബഹുമാനപ്പെട്ട റീജിയണൽ മാനേജർ, മറ്റ് ഓഫീസേഴ്സ്, അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 66ാമത് ജന്മദിനമാണ് ഇന്ന്. എല്ലാ വർഷവും വളരെ വിപുലമായി ആഘോഷിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ബാങ്ക് ഡേ. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി കോവിഡ് എന്ന മഹാമാരി കാരണം നമ്മുടെ ആഘോഷങ്ങൾ വളരെ ഏറെ ചുരുക്കപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടായി. അതിൽ വളരെ സങ്കടകരമായ ഒന്നാണ്. ഈ 2 വർഷം കൊണ്ടുണ്ടായ ദുഃഖങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ വർഷം നമുക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു ആഘോഷ പരിപാടികൾ നടത്തണമെന്ന് എല്ലാവരും കൂടി ആലോചിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അത് ഇന്നിവിടെ വളരെ ഭംഗിയായി നിർവഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതിൽ സന്തോഷം. നമുക്കറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എന്നല്ല ഏതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്താലും സന്തോഷമുള്ള അവിടുത്തെ ജീവനക്കാരാണ് ആ സ്ഥാപനത്തിൻ്റെ സ്വത്ത്. അങ്ങനെ ഒരു അവസ്ഥയിൽ എല്ലാ അംഗങ്ങളും ആ ഒരു സന്തോഷകരമായ അവസ്ഥയിൽ ആണ് SBIയിൽ ഉള്ളതെങ്കിലും ഈ കോവിഡ് എന്ന മഹാമാരി സമയത്ത് നമുക്കറിയാം വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ് നമ്മൾ പലരും പല വർക്കുകളിൽ ഏർപ്പെടുന്നതും ബാങ്കിന്റെ പല പല കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. ബാങ്കുകളിലെ അല്ലെങ്കിൽ ബ്രാഞ്ചുകളിലെ തിരക്കുകൾ നമുക്ക് ഏവർക്കും അറിയാം. നമ്മളിൽ ഒന്നും നിൽക്കുന്ന ഒരു അവസ്ഥയിലല്ല പല ബ്രാഞ്ചുകളിലും തിരക്ക്. എങ്കിലും ഗവൺമെന്റിന്റെ നിയമപ്രകാരം 50% സ്റ്റാഫുകൾ മാത്രം ഉണ്ടായിക്കൊണ്ടും നമ്മുടെ ഓരോ അംഗത്തിന്റെയും അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലെ ഓരോ വ്യക്തിയുടെയും ജീവന് വില നൽകിക്കൊണ്ടും ബാങ്ക് എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അത് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അതുവഴി തന്നെ നമ്മൾ ബാങ്കിന്റെ ഉന്നമനം ലക്ഷ്യമിടുകയും ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കറിയാം, ബാങ്കാണ് നമ്മുടെ സ്വത്ത്. ബാങ്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായ ഇന്ന് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അതുപോലെ തന്നെ മുഖ്യമുള്ള ഒന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവനും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും. ഈ കോവിഡ് മഹാമാരി കാലത്ത് മുന്നണി പോരാളികളായി ജോലി ചെയ്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ്റെ പേരിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിലും എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുന്നു. അതേപോലെ തന്നെ എല്ലാവിധ മുൻകരുതലുകളും എല്ലാ സുഹൃത്തുക്കളും, ബാങ്കിലെ ഓഫീസേഴ്സ് എന്നല്ല, ക്ലർക്ക് സ്റ്റാഫ് എന്നല്ല, അവാർഡ് സ്റ്റാഫ് എന്നല്ല, അതുപോലെ ഔട്ട്സോഴ്സ് എംപ്ലോയീസ് എന്നല്ല, എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് അവരുടെ സുരക്ഷിതത്തിന് മുൻപന്തി അല്ലെങ്കിൽ മുൻനില കൊടുത്തുകൊണ്ട് അവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ആ ബ്രാഞ്ചിന്റെ അല്ലെങ്കിൽ ആ റീജിയന്റെ തലപ്പത്തിരിക്കുന്നവർ എല്ലാ ശ്രദ്ധയും കൊടുത്ത് സ്നേഹവും കൊടുത്ത് പരിചരിക്കണമെന്നും അതേപോലെ തന്നെ അവർക്ക് നമുക്ക് തരുന്ന എല്ലാ സൗകര്യങ്ങൾക്കും തിരിച്ചുള്ള നന്ദി എന്ന വിധത്തിൽ നമ്മളെ കൊണ്ടാകുന്ന സുരക്ഷിതത്തോടുകൂടി തന്നെ എല്ലാ നല്ല ബിസിനസ്സുകളും ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് എന്നും എപ്പോഴും മുൻപന്തിയിൽ തന്നെ നിർത്താൻ നമ്മൾ ഏവരും ഒത്തു ശ്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും എല്ലാവർക്കും ഈ ബാങ്കിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.
സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ ഇടുക്കിയിലെ മലയോര കർഷകരുടെ ജീവനാഡികളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓരോ ശാഖകളും. 15 ശാഖകളുള്ള കട്ടപ്പന ക്ലസ്റ്ററിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം.
ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ചീഫ് മാനേജറായി വിരമിച്ച ശ്രീ ജോബി മാർക്കോസ് സാർ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമുക്കായി പങ്കുവെക്കുന്നു. I am Joby Marcos, retired as Chief Manager Compliance and Risk Management from this great institution, State Bank of India. Here I am sharing my fond memories. I had joined the bank after resigning from central government just because of the high brand image and service conditions in State Bank. The Economic Times survey states SBI is one of the best places to work in. The bank has given me an immense opportunity to my career development. Here I have learned communication skills, management skills, and the real work culture. The bank has strongest meritocratic culture. It develops leadership quality. My bank has given me the best periodic training in the Apex Training Institutes in Gurgaon and Hyderabad for enhancing my job knowledge and overall development. My various postings in different places in different cities of different states have given me an opportunity to serve the people at large and also understanding their values and culture. By serving in remote and rural areas like Barwala, Ghelasha and Limkheda in Gujarat, I am happy to mention that as a State Bank employee, I could play a major role in the upliftment of the rural poor in these areas. Once an employee of State Bank, I am proud to mention that bank takes care of you and your family not only during your employment
but also even after retirement. Above all, I always remember the love and affection of my controllers and colleagues with whom I have worked so far. State Bank has given me a chain of friends from different states which give me high level of satisfaction and happiness in my life. Today, whatever I am and my family members are just because of State Bank of India. Thank you, State Bank. I wish you all a great State Bank Day. ചടുലതാള നൃത്തച്ചുവടുകളുമായി നമ്മോടൊപ്പം ചേരുന്നു ശ്രീ ദേവാനന്ദ് ദാസ്, ഇടുക്കി ബ്രാഞ്ച്. ஏனோ வானிலை மாறுதே, மணித்துளி போகுதே, மார்பின் வேகம் கூடுதே, மனமோ ஏதோ சொல்ல வார்த்தை தேடுதே, கண்ணெல்லாம் நீயே தான் நிற்கின்றாய், விழியின் மேல் நான் கோபம் கொண்டே இமை மூடிடு என்றேன், நகரும் நொடிகள் தசையடி போலே முதுகின் மேலே விழுவதினாலே வரி வரி கவிதை எழுதும் வலிகள் எழுதா மொழிகள், எனது கடல் போல பெரிதாக நீ நின்றாய், சிறுவன் நான் சிறு அலை மட்டும் தான் பார்க்கிறேன் பார்க்கிறேன், எரியும் தீயில் என்னை நீ ஊற்று, நான் வந்து நீராடும் நீரூற்று, ஊரெல்லாம் கண்மூடி தூங்கும் ஓசைகள் இல்லாத இரவே, நான் மட்டும் தூங்காமல் ஏங்கி உன் போல காய்கின்றேன் நிலவே, கலாபம் போலாடும் கனவில் வாழ்கின்றேனே, கை நீட்டி உன்னை தீண்டவே பார்த்தேன், ஏனதில் தோற்றேன், ஏன் முதல் முத்தம் தர தாமதம் ஆகுது, தாமரை வேகுது. தள்ளி போகாதே எனையும் தள்ளி போக சொல்லாதே, இருவர் இதழும் மலர் எனும் மொய்தானே, தள்ளி போகாதே எனையும் தள்ளி போக சொல்லாதே, இருவர் இதழும் மலர் எனும் மொய்தானே, தேகம் தடையில்லை என நானும் ஒரு வார்த்தை சொல்கின்றேன், ஆனால் அது பொய்தான் என நீயும் அறிவாய் என்கின்றேன், அருகினில் வா. തൊടുപുഴ ടൗൺ ബ്രാഞ്ചിലെ ചീഫ് അസോസിയേറ്റ് ആയ ശ്രീമതി സോമിനി ജേക്കബ് തന്റെ 37 വർഷത്തെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. ഞാൻ സോമിനി ജേക്കബ് തൊടുപുഴ ടൗൺ ബ്രാഞ്ചിൽ ചീഫ് അസോസിയേറ്റായി വർക്ക് ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്റ്റേറ്റ് ബാങ്കിൽ ഒരു ജോലി. 1983 നവംബർ 28 ഞാൻ ഈ തൊടുപുഴ ടൗൺ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തു. എൻ്റെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും സ്റ്റേറ്റ് ബാങ്ക് നേടിത്തന്നാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞങ്ങളുടേതൊരു സ്റ്റേറ്റ് ബാങ്ക് ഫാമിലി തന്നെയാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് ജോർജ് ജോസഫ് ചീഫ് മാനേജറായി നമ്മുടെ ബാങ്കിൽ നിന്നും റിട്ടയർ ചെയ്തയാളാണ്. നീണ്ട 38 വർഷത്തെ ആത്മാർത്ഥമായ സേവനത്തിന് ശേഷം എന്നെ ഞാനാക്കിയ ഈ സ്ഥാപനത്തിൽ നിന്നും പടിയിറങ്ങുന്നത് വളരെയധികം
അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഇനിയും ഇനിയും ഉയരങ്ങളിൽ എത്തിച്ചേർക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി. സുഗതകുമാരി ടീച്ചറിന്റെ പ്രശസ്തമായ ഈ വരികളുടെ കവിതാലാപനവുമായി നമുക്ക് മുമ്പിലെത്തുന്നു കുമാരി ടെസ മരിയ എഡ്വിൻ, ഡോക്ടർ ശ്രീമതി അനുമോൾ ആന്റണി, RBF5 തൊടുപുഴ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകായി മാത്രമായി, ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പം മാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ, ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പം മാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. നമ്മുടെ RBIയുടെ അഭിവാജ്യ ഘടകങ്ങളാണ് റാക്കുകൾ. നമ്മുടെ റാക്കുകൾക്ക് നേതൃത്വം നൽകുന്ന ചീഫ് മാനേജേഴ്സ് ശ്രീ സാംറ്റി ജേക്കബ്, ശ്രീ സിനുലാൽ S, ശ്രീ വിമൽ ശിവദാസ് എന്നിവർ ആശംസകൾ അർപ്പിക്കുന്നു. Good evening and happy Bankers Day to all my dear SBNs and family members. On this special day of our bank's 66th Foundation Day, I am very happy to be here to address you on behalf of RAC Thodupuzha. Our bank is the biggest bank of the nation and one of the top branch in the world with the highest number of employees, and we serve more than 1/3 of the nation's populations. As a government-owned bank, our duty is to deliver quality service to the nation on a dedicated manner. We will strive for social development and inclusive banking to the public with a sympathetic and need-based manner. In this highly competitive banking scenario, let us pledge to improve the bank's market share and sustain the number 1 position. All the best to you all, and once again, happy Bankers Day. Thank you. ജൂലൈ 1-ാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ 66-ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾക്ക് പരിമിതികളുണ്ടെങ്കിലും നമ്മുടെ മനസ്സിലുള്ള ആഘോഷത്തിനും സന്തോഷത്തിനും പരിമിതികളില്ല. നമ്മുടെ പൂർവികന്മാരായ മഹാരഥന്മാർ നട്ടുവളർത്തിയ
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ഈ ചെറിയ ചെടി വളർന്ന് ഇന്ന് മഹാവൃക്ഷമായി നിൽക്കുന്നു. ഇത് നിലനിർത്തേണ്ടതും അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതും നമ്മുടെ കടമയാണ്. അതിന് ഉതകുന്നതാവണം നമ്മുടെ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും. കേരളത്തിലെ പ്രകൃതി രമണീയവും സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ കൂടിയുമായ ഇടുക്കി ജില്ലയുടെ കട്ടപ്പനയിലാണ് ഞങ്ങളുടെ പ്രോസസ്സിംഗ് സെൻറ്റർ ഉള്ളത്. ഇതിൽ 14 ബ്രാഞ്ചുകളാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. തൊടുപുഴ RBIയുടെ നിർദ്ദേശമനുസരിച്ചും ഈ ബ്രാഞ്ചുകളുടെ സഹകരണത്തോടും കൂടി പരമാവധി വേഗത്തിൽ ലോണുകൾ സാങ്ഷൻ ചെയ്തു കൊടുക്കുന്നു. കോവിഡ് മഹാമാരി മൂലം കഷ്ടതയും അവശതയും അനുഭവിക്കുന്നവർക്ക് നമ്മുടെ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും പലവിധ സഹായങ്ങളും ചെയ്തു വരുന്നു. 66ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ മഹത്തായ സുദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബാങ്കിന് ഇനിയും മികച്ച മുന്നേറ്റങ്ങൾ കൈവരിക്കുവാനാകട്ടെ എന്ന് ആശംസകൾ നേർന്നുകൊള്ളുന്നു. താങ്ക് യു. First of all, my hearty congratulations to all on the occasion of State Bank Day. This marks the change from erstwhile Imperial Bank to State Bank of India on 1st July 1955. We are proud to be part of this institution, which is the backbone of our economy. Our bank has done an excellent job in providing COVID relief in the form of financial assistance and in the form of kind to our community. We at RACC Adimari is a cluster of 12 branches serving across various terrains, mainly in the high ranges of Idukki, across 1.5 lakh customers. In this auspicious occasion, we pledge our wholehearted support in offering the best services to our customers. Thank you. Stay safe. അടുത്തതായി നമ്മുടെ മുള്ളരിങ്ങാട് ശാഖയിലെ അക്കൗണ്ടന്റായ ശ്രീ VG ശ്രീകുമാർ സാറിന്റെയും RBO NPA അസിസ്റ്റന്റ് മാനേജർ ശ്രീമതി വീണ പ്രസാദിന്റെയും മകളായ കുമാരി ആദ്യ എന്ന കൊച്ചുമുടിക്ക് അവതരിപ്പിക്കുന്ന മോണോ ആക്ട്. ബഹുമാനരായ ഗുരുക്കന്മാർക്കും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏവർക്കും പുനീതമായ നമസ്കാരം. പ്രകൃതി ഒരു മഹാരഹസ്യമാണ്. പ്രകൃതി അമ്മയാണ്. പ്രകൃതി നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ വെള്ളപ്പൊക്കവും ഇപ്പോഴത്തെ കൊറോണയും അങ്ങനെ ചിലതാണ്. കൊറോണയ്ക്ക് നമ്മളോട് ചിലത് പറയാനുണ്ട്. അതാണ് എന്റെ ഏകാഭിനയത്തിന്റെ ഇതിവൃത്തം. ഹേ മനുഷ്യ, നിന്നെ ശിക്ഷിക്കാനല്ല എന്റെ ജനനം, പക്ഷേ നിന്നെ ഉണർത്താനാണ്. എന്റെ ഭൂമി മാത നിങ്ങളോട് മന്ത്രിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അമ്മ ഉപദേശിച്ചു, നിങ്ങൾ ഗൗനിച്ചില്ല. അമ്മ നിലവിളിച്ചു, നിങ്ങൾ കേൾക്കാത്ത പോലെ നടിച്ചു. ഞാൻ ജനിച്ചു, ഞാനാണ് കൊറോണ. COVID-19. ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങൾ എവിടെയായിരുന്നു എന്റെ സഹായത്തിനായി നിലവിളിച്ചപ്പോൾ? അമ്മയുടെ നിലനിൽപ്പിൻ താളം തെറ്റിയപ്പോൾ? വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, അന്തരീക്ഷ താപനം. നിങ്ങളാണ് കുറ്റക്കാർ. എന്നിട്ട് നിങ്ങൾ ഗൗനിക്കുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. എങ്ങനെയാണെന്നോ? ശരി, കേൾക്ക്. നിനക്ക് പഠിച്ചു താങ്ങാൻ കഴിയുന്നില്ലേ മനുഷ്യ? അതുപോലെയാണ് അന്തരീക്ഷ താപനം എന്റെ അമ്മയ്ക്കും. നിനക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ മനുഷ്യ? വായും മണ്ണിൽ കണ്ടുകൊണ്ട് എന്റെ അമ്മയും കഷ്ടപ്പെട്ടു. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? മാസ്ക് ധരിച്ച് നടക്കുന്നു. നീ എന്നെയല്ല തടയേണ്ടത്. നീ തടയേണ്ടത് വെറുപ്പും വിദ്വേഷവും സ്വാർത്ഥതയുമാണ്. നിന്നെ മറന്നു, നിങ്ങളുടെ സഹോദരങ്ങളെ മറന്നു, നിന്റെ ഭൂമിയെ മറന്നു. മനുഷ്യ, നീ വിതച്ചതേ നീ കൊയ്യൂ. അയ്യോ, സോപ്പോ? ഞാനിപ്പോ മരിച്ചു പോകും. എനിക്കിതൊരു വെക്കാൻ കഴിയില്ല. എന്റെ അമ്മ
അടിമാലി മൂന്നാർ മേഖലകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായും തേയിലത്തോട്ടങ്ങളാലും പ്രശസ്തമാണ്. ഈ മേഖലകളെ കേന്ദ്രീകരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 13 ശാഖകളാണുള്ളത്. ബാങ്ക് ലയനത്തിന് ശേഷം AU എറണാകുളത്തിന്റെ കീഴിൽ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ച രാജാക്കാട് ബ്രാഞ്ച് ഈ ക്ലസ്റ്ററിൽ പെടുന്നതാണ് എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഈ ബ്രാഞ്ചുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം.
മാനേജർ ശ്രീ അനൂപ് എം. Hi everyone, I am branch manager Marayur branch. My name is Anup. I am extremely happy that we were given an opportunity to share our experiences as far as our life in Marayur is concerned, both professional wise as well as personal wise. So as far as my experience is concerned, I came to this branch in 2018. As far as I am concerned, 2018 is really a red letter year as far as my professional career is concerned. When I immediately joined the branch, the main issue was network connectivity. During 2018, at that time, there was no mobile connectivity. Mobile connectivity was too sparse within the branch premises and also outside. The only way is to connect to our dear and near ones and also to our higher authorities was through local telephones. So the way we adjusted during the circumstances is really awesome. And another major thing that I witnessed during those times was that suddenly or immediately after I joined the branch, there was transfer en masse. All the experienced masses were transferred en masse. Actually, I wondered how I will be able to work with the new people. And I was informed that all those who will be coming will be junior associates, and that in a very heavy branch. The kind of rush I witnessed even during the initial days, it was really mind-boggling. So I was actually wondering whether I will be able to cope, because all the frontline staff are going to be new. Service manager and field officer is going to be new. So all are new to this field. So I was really wondering what I would be able to do in those circumstances. But immediately after joining, accuracy and the fastness with which they enter matters, the way they imbibed the work cultures and ethics here, the values here, it was really awesome. It actually helped me and our branch to cope with so many difficult circumstances. They handled the customers so nicely. It was really a nice experience for me. The way they handled the customers, the way they did the work, it was really awesome. Now what I witnessed in 2018, the face of Marayur has drastically changed when I stand here in 2021. Network connectivity issue still there, but it is slowly being recouped by so many other mobile operators who are scouting new areas for setting up mobile towers. BSNL has gained speed. Jio is coming. And new towers, new mobile operators are also coming to this area. So slowly that situation is happening. The kind of land use pattern, the crops which are being grown, they are also slowly witnessing a change. From sugarcane plantations to vegetable gardens, a lot of people are shifting their farming practices. And new institutions are coming up. New buildings have come up. So many practices have been changed here. So the kind of Marayur which I have witnessed in 2018, it has undergone actually a sea change in tune with the change that is happening at the world level. And even the climate, when I joined here, especially during June, July seasons, when it was rainy season, it was too much cold here. Now there has been a little change in that climate change. As you know, the global climate change, in tune with that or change, because now there is not that much chilliness during windy weathers. So that is one of the things. The most important thing that I experienced here as a branch head is the cohesion among various our we are family members. We work together as one family, we gel together as one unit, we work together as a cohesive force. So the kind of unity that existed between them, especially during trying times, is what helped us overcome and survive all turbulent circumstances. There were times during the past when during network outage, especially during natural calamities like the floods and landslides, we were unable to connect each other. We were cut off from the rest of the world. So during those times, it is through our coordinated approach, through our cooperative approach, and only through our all-embracing attitude we were able to cope with such difficult times. So I use this opportunity to thank our all team members for the extraordinary work they have performed in the professional life. On the personal front as well, it was also a very good experience for me. The kind of places that I have visited, it is very difficult to narrate all the places we have visited, whether it is the Sandalwood Reserve depots, whether it is the Kandalur areas, whether it is a waterfall, or whether it is some remote tribal hamlets where it is very extremely difficult for outsiders to go. We even gained access to those tribal hamlets, interacting with the local leaders and tribal chieftains. It was really a good experience for me. I am in loss for words to express how happy and how ecstatic I feel while I worked here, both at the professional and personal level.
and the way the customers are dealt with by the staff, and the way customer grievances were addressed through coordinated and through this teamwork is really awesome. And actually for paucity of time I am unable to narrate all my experiences here, but I think I have touched upon some of the fields or some of the experiences which I have felt here. So I use this opportunity. Amidst the sea of gladness, there is also a bit of sadness for me today, as it is my last day here as branch head, Marriott branch, as I am getting transferred. So on this day and on the eve of Bank Day and Foundation Day celebrations tomorrow, that is on July 1st, I take this opportunity to thank all the team RBFI members, especially with Martin sir as the steward, for giving us an opportunity to share these experiences and who have guided us. നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് മാനേജർ സനിമോൻ സാറിന്റെ മകൾ നീലാഞ്ജനക്കുട്ടി അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ് പെർഫോമൻസ്. അടുത്തതായി ആശംസകളുമായി എത്തുന്നു ടീം കൂട്ടാർ. മലയോര ജില്ലയായ ഇടുക്കിയുടെ ഏറ്റവും അവികസിതമായ മേഖലകളിലൊന്നായിരുന്ന കൂട്ടാറിൽ 1983 ഏപ്രിൽ മാസം 29-ാം തീയതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ ബ്രാഞ്ച് സ്ഥാപിച്ചത് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളിലേക്കും ബാങ്കിംഗ് സേവനങ്ങൾ എത്തുക എന്ന ഉദ്ദേശത്തോടെയാണ്. ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ സമൃദ്ധമായി വളരുന്ന ഈ നാട്ടിലെ കർഷകർക്ക് കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി എല്ലാവിധ ബാങ്കിംഗ് സേവനങ്ങളും നൽകാൻ കൂട്ടാർ ബ്രാഞ്ചിന് സാധിച്ചിട്ടുണ്ട്. ഏലം, കുരുമുളക് എന്നീ കാർഷിക വിളകളിന്മേൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൃഷിവായ്പ നൽകാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. മഹാമാരികളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും കാലത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് താങ്ങും തണലുമായി ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും മറ്റ് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഓർക്കുന്നു.
കേരള സർക്കിളിലെ ഡിഫിക്കൽട്ട് ഏരിയ ബ്രാഞ്ചുകളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്ന ഞങ്ങളുടെ ബ്രാഞ്ചിൽ പരിമിതമായ ഗതാഗത സൗകര്യങ്ങൾ, ഇന്റർനെറ്റ് ദൗർലഭ്യം തുടങ്ങിയ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതിനൂതനമായ ഡിജിറ്റൽ സേവനങ്ങൾ എല്ലാം തന്നെ പരമാവധി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു നേട്ടമായി ഞങ്ങൾ കാണുന്നു. ഓക്കെ. 66ാമത് സ്റ്റേറ്റ് ബാങ്ക് ഡേ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ കൂട്ടാർ ബ്രാഞ്ചിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. റിമോട്ട് ഏരിയ എന്നറിയപ്പെടുന്ന ഈ ദേശത്തും അതിനപ്പുറത്തുള്ളവരിലേക്കും ഞങ്ങളുടെ സേവനം ലഭ്യമാക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനോടും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നു ടീം SBI കുമളി. 67ലാണ് കുമളി ബ്രാഞ്ച് സ്ഥാപിക്കപ്പെടുന്നത്. കുമളിയിലെ ആദ്യത്തെ ബാങ്കാണിത്. പ്രധാനമായിട്ടും ഇവിടെ ഏലം, കാപ്പി, കുരുമുളക് എന്നീ കൃഷികളാണ് ഇവിടെ നടക്കുന്നത്. ഈ മേഖലയിലേക്ക് കൂടുതൽ വായ്പകൾ കൊടുക്കാൻ ബ്രാഞ്ചിന് സാധിച്ചിട്ടുണ്ട്. തേക്കടി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കുമളിയിലാണ്. പല പ്രധാന വ്യക്തികളും ബാങ്കിൻ്റെ തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥരും കുമളി തേക്കടി സന്ദർശിക്കാൻ വരാറുണ്ട്. ബാങ്ക് ഇവിടുത്തെ വന്യജീവി വനം വകുപ്പുമായിട്ട് വളരെ നല്ലൊരു ബന്ധം പുലർത്തിപ്പോരുന്നു. ഏതെങ്കിലും ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ സീനിയർ ഹെഡ് മെസ്സഞ്ചറായ ശ്രീ ഭാസ്കരൻ പലപ്പോഴും ഗസ്റ്റുകൾക്കെല്ലാം നല്ലൊരു വഴികാട്ടിയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. ബാക്കി നമ്മുടെ ഭാസ്കരേട്ടൻ തന്നെ നേരിട്ട് പറയും. ഓക്കെ. ഹായ്, ഞാൻ ഭാസ്കരൻ. ഞാൻ 1984 ബാങ്കിൽ ജോലി കയറിയതാണ്. 37 വർഷത്തിനടുത്തായി ഞാൻ ഈ കുമളി ബ്രാഞ്ചിൽ വന്നിട്ട് 19 വർഷത്തോളമായി. ഇവിടെ നല്ലൊരു ബ്രാഞ്ചാണ്. ഇവിടെ നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. നല്ല കസ്റ്റമറും വരാറുണ്ട്. അതുപോലെ നല്ല ഇഷ്ടപ്പെട്ട ബ്രാഞ്ചും. പിന്നെ ഇഷ്ടപ്പെട്ട കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹെഡ് ഓഫീസിൽ നിന്നും വരുന്ന നമ്മുടെ ടൂറിസ്റ്റുമായിട്ട് വരുന്ന നമ്മുടെ GM, RM, MD മറ്റ് എല്ലാ സ്റ്റാഫുകളും മിക്കവാറും അവിടെ നിന്ന് വരാറുണ്ട്. വന്ന് തേക്കടി നല്ല ടൂറിസ്റ്റ് പ്രദേശത്താണ്. അത് കൊണ്ടുപോയി കാണിക്കും. ബോട്ടിംഗ് എല്ലാം കൊണ്ടുപോയി കാണിക്കാറുണ്ട്. അത് കാണിച്ചിട്ട് ഗവിക്ക് കൊണ്ടുപോകാറുണ്ട്. ഗവി നല്ല ഫോറസ്റ്റാണ്, ഹെവി ഫോറസ്റ്റ്. അതിന് കൂടെ തന്നെ ഛത്രം, ജീപ്പ് സഫാരി അങ്ങനെയുള്ളതെല്ലാം കൊണ്ടുപോയി കാണിക്കുമ്പം സാറുമാർക്ക് വലിയ ഹാപ്പിയാണ്. തൊട്ടടുത്ത് രാമക്കൽമേട്, തമിഴ്നാട് മുന്തിരിത്തോട്ടം, പച്ചക്കറിത്തോട്ടങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ടുപോയി കാണിച്ച് അവർക്ക് ഹാപ്പിയാക്കി വിടാറുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നുള്ളത് വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയാമെന്നും വിചാരിക്കുന്നു. എന്ന മനോഹരമായ ഗാനവുമായി നമുക്ക് മുൻപിലെത്തുന്നു ശ്രീ ആന്റണി തോമസ്, പൊട്ടൽക്കാട് ബ്രാഞ്ച്. സ്നേഹത്തിൻ പൂഞ്ചോലത്തീരത്തിൽ നാം എത്തും നേരം, ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ കോക്കുന്ന കാലം, പൂക്കാലം. പൂജപ്പൂ നീ, പൂജപ്പൂ ഞാൻ, പന്നീരും തേനും കണ്ണീരായിട്ടാനേ. സ്നേഹത്തിൻ പൂഞ്ചോലത്തീരത്തിൽ നാം എത്തും നേരം, ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ കോക്കുന്ന കാലം, പൂക്കാലം. വെള്ളി നീലാനാട്ടിലെ പൗർണമി തൻ വീട്ടിലെ പൊന്നുരുകും പാട്ടിലെ രാഗദേവതേ. പാൽക്കടലിൻ മംഗതൻ പ്രാണസുധാഗംഗതൻ മന്ത്രജലം
വീഴ്ത്തിയും കണ്ണനെ നീങ്ങുക മേഘപ്പൂങ്കാറ്റിൻ്റെ പള്ളിത്തേരേറി നക്ഷത്ര കൂടാരക്കീഴിൽ വാതേറി ആലംബം നീ ആധാരം നീ സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ കോക്കുന്ന കാലം പൂക്കാലം കണ്ണീരും തേനും കണ്ണീരായി താനേ ഏതമൃതം തോൽക്കുമി തേനിനെ നീ തന്നുപോൽ ഓർമ്മകൾ തൻ പൊയ്കയിൽ മഞ്ഞു തുള്ളിയാൽ എന്നുയിരിൻ രാഗവും താളവുമായെന്നുമേ കണ്ണനെ ഞാൻ പോറ്റിടാം ഒന്നുപോലെ കാത്തിടാം ഉന്നാരത്തേനെ നീ ഏതിഷ്ടം പോലും എന്നെ കൊണ്ടാവുമ്പോഴെല്ലാം ഞാൻ ചെയ്യാം വീടല്ലേ തേനേ വാടല്ലേ പൂവേ സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ കോക്കുന്ന കാലം പൂക്കാലം പൂജപ്പൂ നീ പൂജിപ്പൂ ഞാൻ പന്നീരും തേനും കണ്ണീരായി താനേ പന്നീരും തേനും കണ്ണീരായി താനേ. കഴിഞ്ഞ 25 വർഷത്തോളമായി SBIയുടെ ഉപഭോക്താവായ ശ്രീ ജയശങ്കർ ആർ ബാങ്കിന്റെ മികച്ച സേവനാനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അദ്ദേഹം തൊടുപുഴ മെട്രിക്സ് ഇലക്ട്രോണിക്സ് സ്ഥാപന ഉടമയും മർച്ചന്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റുമാണ്. ഹലോ ഓൾ, ഞാൻ ജയശങ്കർ, തൊടുപുഴ മെട്രിക്സ് ഇലക്ട്രോണിക്സിൻ്റെ ഉടമയാണ്. SBT അത് കഴിഞ്ഞ് SBI ഈ ബാങ്കുമായിട്ട് എനിക്ക് ഏകദേശം 25 വർഷത്തെ ബിസിനസ് ബന്ധമായി. ഇപ്പോൾ ആദ്യമായി ഞാൻ ലോൺ അല്ലെങ്കിൽ ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് തുടങ്ങുന്ന മെട്രിക്സ് ഇലക്ട്രോണിക്സിന് വേണ്ടിയാണ്. അതിൻ്റെ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് അവിടെയാണ് തുടങ്ങിയത്. അത് ഇത്രയും കാലമായി അവിടെ തന്നെ തുടരുന്നു. ഐ എം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ബാങ്കിങ് ഇടപാടുകൾ. അത് കഴിഞ്ഞ് എനിക്ക് വളരെയധികം ലോണുകൾ ഇപ്പം അത് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കാർ ലോൺ അതിപ്പോൾ ക്ലോസ് ചെയ്തതാണ്. ഒരു കാർ ലോൺ എടുത്തു. എൻ്റെ ഹൗസിങ്ങിന് വീട് പുതുക്കി പണിപ്പോൾ ഹൗസിംഗ് ലോൺ എടുത്തു. അത് കഴിഞ്ഞ് 2 കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ലോണുകൾ ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ അവൈൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് അടുത്ത കാലത്തൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായി അല്ല ബാങ്കിൻ്റെ സിസ്റ്റം വളരെ നല്ലത്. അതോടൊപ്പം തന്നെ അത് കൈകാര്യം ചെയ്യുന്ന ഓഫീസേഴ്സും വളരെ നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം ഏറ്റവും അവസാനം ഞാൻ എടുത്ത അറൗണ്ട് 1 crore ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ലോണായിരുന്നു. അതിന് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പ്രാവശ്യം കണ്ട് ആകെ ബാങ്കിൽ സൈൻ ചെയ്യാൻ വേണ്ടി ചെന്നിട്ടുള്ളൂ. എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ ഫോണിൽ വിളിച്ച് ചോദിക്കും, മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ എത്തിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി. അല്ലാണ്ട് അതിന് വേണ്ടി ഒരു വലിയ സ്ട്രെയിൻ എടുക്കുകയോ ഒന്നും വേണ്ടി വന്നില്ല. അതോടൊപ്പം തന്നെ അത് ഞാൻ ഉദ്ദേശിച്ച കാലയളവിലും നടന്നു കിട്ടി. അങ്ങനെ വളരെ ഒരു നല്ല മാറ്റം ആണത്. കാരണം പണ്ട് നേരത്തെ ആണെങ്കിൽ അതിന് കൂടുതൽ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ബാങ്കിൻ്റെ സിസ്റ്റത്തിൻ്റെ വ്യത്യാസമായിരിക്കാം.
പിന്നെ എടുത്തു പറയേണ്ടത് അവിടുത്തെ ഞാൻ കൂടുതൽ ഇടപെടുന്ന അവിടുത്തെ ഓഫീസേഴ്സിനോടാണ്. അവരെല്ലാവരും വളരെ കോർട്ടിയസ്, പിന്നെ വളരെ നമ്മുടെ ഒരു കാര്യം ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡൺ, അത്ര പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് അവിടെ ഉള്ളത്. സ്റ്റാഫുമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഒരു കാര്യവും നടക്കാൻ താമസിച്ചൊന്നുമല്ല, നടന്നില്ല എന്ന് പോലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആകെ ഇനി ബാങ്കിൽ വല്ലപ്പോഴും പോകുമ്പോൾ എൻ്റെ ബ്രാഞ്ചിൽ, നമ്മുടെ ടൗൺ ബ്രാഞ്ചാണ്, അവിടെ ചെല്ലുമ്പോൾ ആകെ വണ്ടി ഇടാനുള്ളൊരു അസൗകര്യം മാത്രമേ പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൂ. പിന്നെ ബാങ്കിൽ പോകേണ്ട ആവശ്യങ്ങളിപ്പോൾ വളരെ കുറഞ്ഞു. ഇപ്പോൾ മിക്കവാറും എല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻ എല്ലാം ഓൺലൈനായിട്ട് ഒത്തിരി നാളായി. തീർച്ചയായിട്ടും ആ മേഖലയിലും ബാങ്കിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമും അതിൻ്റെ പ്രവർത്തനവും വളരെ ഭംഗിയായിട്ടാണ്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഒരു എറേഴ്സും അതിൽ നിന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും പ്രത്യേകത തോന്നി കഴിഞ്ഞ കോവിഡ് കാലത്തെ ഷട്ട് ഡൗൺ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ കോവിഡ് ലോണിൻ്റെ ഒരു പ്രപ്പോസൽ വന്നു. അപ്പോൾ അത് ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്ന്, ഒരു പ്രാവശ്യം ബാങ്കിൽ വരണ്ട, ഇതെല്ലാം ഫോർവേഡ് ചെയ്താൽ മതി, ഇത്രയും ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്താൽ ആ ലോൺ ഞങ്ങൾക്ക് അവെയിൽ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും കുറവായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള മറ്റ് ബിസിനസ് സുഹൃത്തുക്കളോട് ഞാനിത് പറഞ്ഞപ്പോൾ അവരിൽ പലർക്കും എന്നെക്കാളും 1.5%, 9% വരെയൊക്കെ പലരും ഇൻട്രസ്റ്റ് കൊടുക്കുന്നു അതിന് എന്നാണ് പറഞ്ഞത്. എനിക്ക് അത്ഭുതം തോന്നി. അതിന് ഇൻട്രസ്റ്റിന് നെഗോസിയേഷൻ ഉണ്ടായാലും എനിക്ക് തോന്നുന്നു പ്രോബ്ലി SBI ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് ഇൻട്രസ്റ്റ് ആദ്യം തന്നെ ഓഫർ ചെയ്തത്. മറ്റുള്ളവരൊക്കെ പിന്നെ ഇത് കേട്ടറിഞ്ഞ് അവിടെ ചെന്ന് മറ്റ് ബാങ്കുകളിൽ അതിനെപ്പറ്റി നെഗോസിയേഷനൊക്കെ നടത്തേണ്ട സ്ഥിതി വരെ പലർക്കും വന്നിട്ടുണ്ട്. കാരണം അത്രയും വലിയൊരു തുക അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സമയത്ത് നമുക്ക് ഏറ്റവും ലോവർ ഇൻട്രസ്റ്റിൽ തരാൻ കാണിച്ച സന്മനസ് തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഞാൻ മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു നേരത്തെ. ആ സമയത്തുമൊക്കെ ഞങ്ങളുടെ സംഘടനയായിട്ടും ഈ ബ്രാഞ്ച് പ്രത്യേകിച്ച് ടൗൺ ബ്രാഞ്ച് ഞങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ മർച്ചൻറ്റ്സ് അസോസിയേഷൻ എല്ലാ വർഷവും ഓണാഘോഷം നടത്തുമായിരുന്നു. അതിൻ്റെ ഒരു നല്ല സപ്പോർട്ട് ബാങ്കിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സമയത്ത് വ്യാപാരികൾക്ക് സ്പെഷ്യൽ ലോൺ 1 lakh എങ്ങാണ്ട് ഞങ്ങളുടെ അസോസിയേഷൻ അംഗങ്ങൾക്ക് കൊടുക്കുന്നൊരു സ്കീമുണ്ടായിരുന്നു. അതിലും ബാങ്ക് SBI നിന്നാണ് ഏറ്റവും കൂടുതൽ ലോണുകൾ കൊടുത്തതും. വളരെ ഭംഗിയായിട്ടത് ഞങ്ങളുടെ വ്യാപാര മേഖലയ്ക്ക് അതൊരു സഹായമായി എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യമാണ്. വേറെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഈ കാലങ്ങൾ കൊണ്ട് പെർഫോമൻസിൻ്റെ പ്രവർത്തന രീതി മാറി, പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക തന്നെയാണ് തീർച്ചയായിട്ടും ചെയ്തത്. ഇപ്പോൾ ഒരാവശ്യത്തിന് ബാങ്കിൽ പോകുന്നത് വളരെ കുറയുവാൻ സാധിച്ചു. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ നടക്കുന്നു, അല്ലെങ്കിൽ ഓൺലൈനിൽ ചെയ്താൽ നടക്കുന്ന കാര്യങ്ങളായി മാറി. അത് തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട കാര്യമാണ്. ബാങ്കിലെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ബാങ്കിൻ്റെ സിസ്റ്റം നന്നായിട്ടുണ്ട്. ബാങ്കിൻ്റെ ഓഫീസേഴ്സും അവിടെ വർക്ക് ചെയ്യുന്നവരുടെയും പ്രവർത്തന രീതിയും തീർച്ചയായിട്ടും ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം നിങ്ങളെല്ലാവരും അഭിനന്ദിക്കുന്നു. ബാങ്ക് ഡേക്ക് എല്ലാവിധ ആശംസകളും. ഭാവിയിലും നിങ്ങൾക്കൊരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി. താങ്ക് യു. ഒരുപാട് സ്വപ്നങ്ങളുമായി സ്റ്റേറ്റ് ബാങ്കിലേക്ക് ചേക്കേറിയ പുത്തൻ തലമുറയുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു ശ്രീമതി എമി ബേബി. I'm Amy Baby. I have been working in compliance department in RBO for the past 4 months. Even though it's only been a short span of time, I feel incredibly privileged to be a part of this great organization. It's really admirable how SBI treats its employees, especially ladies. I'm always impressed by how everyone in here treats each other with equal respect, and all of them help me a lot in quickly integrating with the team. The changes are quite evident considering the previous organizations I have worked with. All the HR policies add up to a better environment to work in, as well as maintaining a healthy work-life balance. The COVID relief measures are truly commendable, with all the packages
provided in taking care of employees and our families. I am extremely proud to be a part of SBI. അടുത്തതായി നയനമനോഹരമായ നൃത്തച്ചുവടുകളുമായി നമ്മെ വിസ്മയിപ്പിക്കുന്നു അനുമോൾ, ഷില്ലു, ഗോപിക, അലീന. നന്ദി അർപ്പിക്കാനായി നമ്മളോടൊപ്പം ചേരുന്നു ശ്രീ സൈമൺ VS, ചീഫ് മാനേജർ ഓഫ് സെയിൽസ്, RBI തൊടുപുഴ. Respected DGM Sri Prashant Kumar sir, respected region manager Sri Martin sir, other chief managers and my dear colleagues. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ സാധിച്ചതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. അതുപോലെ ഇനിയും ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയും ചെയ്യാം. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ശ്രീ മാർട്ടിൻ സാറിന് നന്ദി പറയുക എന്നുള്ളതാണ്. അദ്ദേഹം നമ്മളുടെ മാർഗദർശിയും നമ്മളുടെ ഊർജവും അതുപോലെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു വഴികാട്ടിയുമാണ്. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലെയും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നൗ ഐ സിൻസിയർലി താങ്ക് ശ്രീ പ്രശാന്ത് കുമാർ DGM A&O എറണാകുളം ഫോർ ഹിസ് ബ്ലെസ്സിങ്സ് ആൻഡ് പ്രേയേഴ്സ് ഓൺ ദിസ് സ്പെഷ്യൽ ഒക്കേഷൻ. ഇനി എൻ്റെ നന്ദി അറിയിക്കാനുള്ളത് ഈ പരിപാടി ഇത്രയും ഗംഭീരമാക്കിയ ഇതിൻ്റെ ഓരോ അണിയറ പ്രവർത്തകർക്കാണ്. അവരുടെ 2-3 ദിവസത്തെ ഒരുപോലെയുള്ള പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കുവാൻ സാധിച്ചത്. അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ക്യാമറമാനും അതുപോലെ അതിൻ്റെ ഷൂട്ട് ചെയ്യാൻ സഹായിച്ച എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി അസോസിയേഷൻ്റെ റീജിയണൽ സെക്രട്ടറിയായ ശ്രീ അജയൻ സാർ നന്ദി പറയുന്നു.
അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയത്തു നിന്നും അല്പം നമുക്ക് വേണ്ടി ചെലവഴിച്ച് നമുക്ക് ആശംസ അർപ്പിച്ച അദ്ദേഹത്തിനും ഞാൻ ഈ എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി ഇവിടെ ആശംസ അർപ്പിച്ച SBSU കേരള സർക്കിളിൻ്റെ AGS ആയ ശ്രീ പ്രബീഷ് സാറിനാണ്. അദ്ദേഹത്തിനും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഇതിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി ഈ പരിപാടി ഇത്രയും ഗംഭീരമാക്കുവാൻ സഹായിച്ച നമ്മുടെ റീജിയണിലെ ഓരോ ഓഫീസേഴ്സിനും ഓരോ സ്റ്റാഫിനും അതുപോലെ ഓരോ സബ് സ്റ്റാഫിനും അതുപോലെ തന്നെ ഓരോ കോൺട്രാക്ട് സ്റ്റാഫിനും എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അർപ്പിക്കുകയാണ്. Long live SBI!